നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാനൊരു കോമാളിയായോടാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എല്ലാം എടുത്തിട്ട് നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? ഈ ശ്രീധരൻ സാർ കേരളം കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം ഒരുപക്ഷെ BJP തുടർന്നിരുന്നെങ്കിൽ ഇന്ന് ഇതേപോലെ അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്തേനെ. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിലൊന്നും അബ്ദുൽ കലാം സാർ. അദ്ദേഹം ഇന്ന് BJP ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഇതേ അവസ്ഥയുണ്ടായേനെ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. സ്വാമി വിവേകാനന്ദനുണ്ടായേനെ, ശ്രീനാരായണ ഗുരുവിനുണ്ടായേനെ, മഹാത്മാഗാന്ധിക്ക് ഉണ്ടായേനെ. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെ. കാരണം അവർ സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന നറേറ്റീവുകളെ പൊളിക്കാൻ ശേഷിയുള്ള ഒരുവനും BJPക്കോ NDAക്കോ വേണ്ടി സംസാരിക്കാൻ പാടില്ല. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? നമ്മളെ കോമാളിയാക്കോ ബുദ്ധിജീവിയാക്കോ എന്തുകൊണ്ടെങ്കിലും ആർക്കും ചെയ്യാം. ഹീറോ ആക്കണമെങ്കിൽ ഹീറോ ആക്കാം, കോമാളിയാക്കണമെങ്കിൽ കോമാളിയാക്കാം. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു, ആവശ്യം വരും. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾക്കെതിരെ കണ്ടന്റ് സൃഷ്ടിക്കുന്നവരുടെ സ്വയ താല്പര്യങ്ങളാണ്. മനസ്സിലായി, എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. എനിക്കതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കരുത്. അത്തരത്തിലൊന്നായിരുന്നു ഞാനൊരു പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞ സ്ത്രീകളുടെ പ്രസവവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടന്റിനെ എടുത്തു വെച്ചിട്ട് ഇവർ ആഘോഷിച്ചത്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഞാൻ വെറുതെ ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് കിട്ടുന്ന സംഭവങ്ങളാണേ. അമിട്ടിക്ക് നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖ അല്ല മനസ്സാ. അവർ എന്നെ കുടിക്കിയതാണ്. പിന്നെ മക്കളെ കൂടെ ഇരുത്തി പൂരത്തെറി, വേറെ കുറച്ച് ആൾക്കാർ, ഇതൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഉള്ള വീഡിയോ ആണ്. ഇതിലും ഭേദം അവരെ തല്ലിക്കൊല്ലുക. ഇക്കണക്കിന് പോയ നാട്ടുകാർ തന്നെ തല്ലിക്കൊന്നോളും. പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ? അത് ഞാൻ ഇപ്പൊ കുറച്ച് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പിന്നെ നിങ്ങളുടെ കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചിരിച്ചോണ്ട് അല്ല കരഞ്ഞോണ്ടും അങ്ങനത്തെ ഒരു ടൈപ്പ് ഇരിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ വെച്ചുള്ള കുറെ തംബ്നെയിലുകൾ. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണം. അങ്ങനെയുള്ള, അതായത് അഖിൽമാരെ പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്റെ അവസ്ഥ അത്രയ്ക്ക് ദാരുണമാണെങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊക്കെ കോമഡിയാ. കോമഡി ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എപ്പോഴും മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ അവർ ആഘോഷിക്കുന്നത് എന്താണെന്നറിയാം, ഇത് ആക്ച്വലി നമ്മളെ പരിഹസിക്കുന്നതിലൂടെ ഇവർ ആഘോഷിക്കുന്നത് കേരളത്തിൽ ഒരു NDA കാൻഡിഡേറ്റിനെ പരിഹസിക്കുക എന്നുള്ളതാണ്. ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടിവെക്കുന്നോ? എത്ര കൊല്ലായി വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. അല്ല, എനിക്കിതുകൊണ്ട് വ്യക്തിപരമായിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങളുടെ ഫെയിമിനെ അഫക്ട് ചെയ്യില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ? അല്ല, ഫെയിം നിലനിർത്താൻ നമ്മൾ ഈ വനിതാ വിനിതയിൽ ഓരോ പടം റിലീസ് ആകുമ്പോഴും അവിടെ പോയി മതി. അത് ഫെയിം ഒക്കെ ഉണ്ടോ? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ഞാൻ വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട് വെച്ച് താമസിക്കുമ്പം ആ വീടിന്റെ പറമ്പിൽ വന്നിട്ട് നമ്മളെ അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പറമ്പിൽ വന്നിട്ട് തൂറി വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. ഇവനോടൊക്കെ നീയൊക്കെ മര്യാദയ്ക്ക് ചന്തിയെങ്കിലും കഴിവിട്ട് ഇറങ്ങി പോടാ എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? നമ്മളെ തെറി വിളിക്കുന്നതിന് പുറത്തൊരു വലിയ സമൂഹം കിടക്കുകയല്ലേ. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു അങ്ങനെ ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണോ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചർച്ചകളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലുള്ള കുട്ടികളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? നീ എന്റെ അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. അവരാകെ കൂടുതലും കേട്ടിട്ടുള്ള ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. ഒരു കയറിനായിരുന്നെങ്കിൽ അവരതിൽ കേട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്നുള്ളൊരു സാധനം.
ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. പിന്നെ നമ്മൾ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് അറിയില്ല എന്താണ് നിലപാടെന്നുള്ളത്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എനിക്ക് ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ട് മറ്റവന്റെ കൈയിടി എനിക്ക് വേണ്ട. ആരുടെ ഭാഗത്താണോ സത്യം ആ സത്യത്തിനൊപ്പം നിൽക്കും, അതാണ് എൻ്റെ നിലപാട്. എന്താ കാരണം? മനുഷ്യത്വം. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ദൈവം ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.